പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ മിടുമിടുക്കനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഡിജിപിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകിയ സംസ്ഥാന പോലീസ് നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. മന്ത്രി സജി ചെറിയാനെതിരായ കോടതി നടപടിയിൽ നിയമവശങ്ങൾ പരിശോധിച്ച് ഉചിതമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന് എം.വി. ഗോവിന്ദൻ. പ്രതിപക്ഷം രാജി ചോദിക്കാത്ത ആരാണ് മന്ത്രിസഭയിൽ ഉള്ളതെന്ന് ചോദിച്ച CPM സംസ്ഥാന സെക്രട്ടറി നേരത്തെ രാജിവെച്ച സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നും പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ LDF ജയിക്കുമെന്നും വയനാട്ടിൽ നില മെച്ചപ്പെടുത്തുമെന്നും പറഞ്ഞ അദ്ദേഹം പക്ഷേ പാലക്കാട് ജയസാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. പാലക്കാട് ഉറച്ച ജയപ്രതീക്ഷ എം.വി. ഗോവിന്ദൻ പങ്കുവച്ചില്ല. പാലക്കാട് നടന്നത് കടുത്ത മത്സരമാണെന്നും BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിൽ പുനരന്വേഷണം വേണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP നേതാവ് വി മുരളീധരൻ. പോലീസ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തള്ളി. അന്ന് രാജിവെക്കാനുണ്ടായ സാഹചര്യം ഇപ്പോഴും തുടരുന്നു. കേരള പോലീസ് തെറ്റ് തേച്ചുമാച്ചു കളഞ്ഞു. ഈ സ്ഥിതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തണം. നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസ്സത്ത പഠിപ്പിക്കുന്നവരാണ് CPMകാർ. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാജിവെപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് വോട്ട് ചെയ്യിക്കാൻ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും വീടുകൾ കയറി ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മതവർഗീയതയോട് കൂട്ടുകൂടിയത് UDF ആണ്. എന്നാൽ മണ്ഡലത്തിൽ 2021 E ശ്രീധരന് കിട്ടിയ പിന്തുണ P സരിന് ലഭിച്ചു. ശ്രീധരന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും സരിന് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണകരമാകുമോ എന്ന ചോദ്യത്തിന് പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാമെന്ന് പ്രതികരിച്ച് രമേശ് ചെന്നിത്തല. താൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്നു. ഫോണിലൂടെയാണ് കാര്യങ്ങൾ അറിഞ്ഞത്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഫോണിലൂടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. സന്ദീപും ഫോണിൽ വിളിച്ചിരുന്നു. RSSന് ഭൂമി നൽകുന്നത് സംബന്ധിച്ച വിവാദം സന്ദീപ് വാര്യരോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തിന് അർഹതപ്പെട്ട ധനസഹായം നൽകാത്ത കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്ത സമയത്ത് വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രം സഹായിച്ചിരുന്നു. പക്ഷേ അർഹമായ ദുരന്ത സഹായം വൈകിക്കുകയാണ്. ഇതിൽ പ്രതിഷേധം അറിയിക്കണം. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ചൂരൽമലയിലുണ്ടായത്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. കേന്ദ്ര സഹായത്തിനായി കേരളം ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് ഹൈക്കോടതി റദ്ദാക്കി. 2017 ഏപ്രിൽ 9 പറവൂരിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധം. കേസ് പരിഗണിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തിപരമോ അപമാനിക്കലോ അല്ലെന്നും ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും റദ്ദാക്കിയിട്ടുണ്ട്. പ്രതിഷേധത്തിനിടെ ചെറിയ ബലപ്രയോഗം സ്വാഭാവികമാണെന്നും ചെറിയ കാര്യങ്ങളിലെ നിയമ നടപടികൾ ഒഴിവാക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. എല്ലാ കാര്യത്തിനും കേസെടുത്താൽ കേസെടുക്കാനേ സമയം കാണുമെന്നും കോടതി വിമർശിച്ചു. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. താൻ വഖഫ് ബോർഡ് ചെയർമാനായ സമയത്താണ് വിഷയങ്ങൾക്ക് ആധാരമായ കാര്യങ്ങളെന്ന പ്രചാരണം അതിന്റെ ഭാഗമാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനേ വഖഫ് ബോർഡിന് സാധിക്കുമെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് റഷീദ് അലി തങ്ങളുടെ വിശദീകരണം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ ദുരൂഹ മരണത്തിൽ പ്രതിഷേധം ഘടിപ്പിച്ച് KSU. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് KSU നടത്തിയ മാർച്ച് പോലീസുമായി ഉന്തും തള്ളുമായതോടെ അക്രമാസക്തമായിരുന്നു. അമ്മുവിന്റെ മരണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് അച്ഛൻ സജീവ് പറഞ്ഞിരുന്നു. തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നും സജീവ് ആവശ്യപ്പെട്ടിരുന്നു. നിരവധി തവണ കോളേജ് പ്രിൻസിപ്പളെ വിളിച്ചു. പകുതി കേൾക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യും. പ്രൊഫസർ N. അബ്ദുൾ സലാം തങ്ങളെ കേൾക്കാൻ തയ്യാറായില്ലെന്നും സജീവ് പറഞ്ഞു. ശബരിമല സുവർണാവസരം വിവാദ പ്രസംഗത്തിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിലെ ഗവർണറുമായ PS ശ്രീധരൻ പിള്ളയ്ക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ശ്രീധരൻ പിള്ളയുടെ ഹർജിയിലാണ് ഉത്തരവ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസംഗത്തിന്മേലായിരുന്നു പോലീസ് കേസെടുത്തത്. കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തിരുന്നത്.
ചലച്ചിത്രതാരം മേഘനാഥന് അന്ത്യാഞ്ജലി അർപ്പിച്ച മലയാള ചലച്ചിത്ര ലോകം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മേഘനാഥൻ ഇന്ന് പുലർച്ചെ 2:00-ഓടെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. വില്ലൻ വേഷങ്ങളിലൂടെയും ക്യാരക്ടർ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിച്ച മേഘനാഥൻ 50ഓളം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2-ന് ഷൊർണൂർ വാടാനംകുറിശ്ശിയിലെ വീട്ടിൽ നടന്നു. അഴിമതി, വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചാർത്തി ന്യൂയോർക്ക് ഫെഡറൽ കോടതി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും ഗ്രൂപ്പിലെ മറ്റുന്നതർക്കുമെതിരെ കേസെടുക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തതോടെ മുറുകുന്നത് ഹിൻഡൻബർഗിനേക്കാൾ വലിയ കുരുക്ക്. സൗരോർജ്ജ വിതരണ കരാറുകൾക്കായി 2029 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്ത സംഭവത്തിലാണ് US കോടതിയിൽ കുറ്റപത്രം. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി, മറ്റ് 6 പേരുമാണ് പ്രതികൾ. സൗരോർജ്ജ കരാറിൽ അഴിമതി ആരോപിച്ച് US കോടതി ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ അദാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദാനി ഇന്ത്യയുടെയും US-ന്റെയും നിയമങ്ങൾ ലംഘിച്ചെന്ന് ഉറപ്പായെന്നും അദാനിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ വീണ്ടും പോർമുഖം തുറന്ന് ഇന്ത്യയും കാനഡയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിജാറിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന തരത്തിൽ പുറത്തുവന്ന കാനഡയുടെ റിപ്പോർട്ട് മോദിയെ ചെളിവാരിത്തേക്കാനുള്ള പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഒരേ വേദിയിലെത്തി പരസ്പരം ആശയവിനിമയം നടത്തുന്ന ചിത്രം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും വാക്പോര് വീണ്ടും ആരംഭിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് നേടി ചരിത്രം കുറിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചാനലിൽ യൂട്യൂബിൽ കോളിളക്കം സൃഷ്ടിച്ച മിസ്റ്റർ ബീസ്റ്റ് എത്തുന്നു. അതിഥി എത്തുന്നതോടെ ചാനൽ പുതിയ റെക്കോർഡുകൾ തകർക്കുമെന്ന ഫുട്ബോൾ താരത്തിന്റെ പ്രഖ്യാപനത്തിൽ അതിഥി ആരെന്ന ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ. റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും ഒത്തുചേരലാകാം ഇതെന്ന് ഊഹിച്ച ആരാധകരുടെ പ്രതീക്ഷകൾ തകർത്തിരിക്കുകയാണ് റൊണാൾഡോ. ഇന്ന് വൈകിട്ട് 7:30 നടക്കുന്ന റൊണാൾഡോയുടെയും മിസ്റ്റർ ബീസ്റ്റിന്റെയും ഒത്തുചേരലിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ കേരളം ശക്തരായ റെയിൽവേസിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. ആദ്യ പകുതിക്ക് ശേഷം 2ാം പകുതിയിൽ 71ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സൽ നേടിയ ഗോളിലൂടെയാണ് കേരളം ജയം സ്വന്തമാക്കിയത്.